ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നന്ദുവിൻ്റെ കഴുത്തിൽ അനി താലി കെട്ടുകയാണ്. വലിയ താമസമൊന്നുമില്ലാതെ നന്ദുവിൻ്റെ അനിയുടെ വിവാഹമൊക്കെ നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ അനാമികയുടെ മുമ്പിൽ വെച്ചിട്ടാണ് അപ്രതീക്ഷിതമായിട്ട് നന്ദുവിൻ്റെ കഴുത്തിൽ അനി താലി കെട്ടുന്നത്. അതെല്ലാവർക്കും ഒരു അത്ഭുതമായിട്ട് തോന്നുകയാണ് കേട്ടോ. അനാമികയ്ക്കാണെങ്കിൽ അതങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. നന്ദുവിൻ്റെ ജീവിതം തല്ലിക്കെടുത്താൽ നോക്കിയിരുന്ന അനാമികയ്ക്ക് ഒരു എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഷോപ്പിങ്ങിനായിട്ട് പോകുന്ന ആദർശ നയനയും കടയിൽ വെച്ച് അനാമികയും അനാമികയുടെ കാമുകിനെയും കാണുകയാണ് കേട്ടോ. അവരാണെങ്കിൽ എന്തൊക്കെയോ ഡ്രസ്സ് എടുക്കാനും അങ്ങനെ ഓണം പർച്ചേസിനൊക്കെ ആയിട്ട് വന്നിരിക്കുക. അപ്പോൾ ഇവരെ കാണുമ്പം നയന പറയുന്നുണ്ട് ആദർശനോട്, നോക്കിക്ക് അനാമികയും അവൻ്റെ കൂടെ ഒരു പയ്യനും, ഇതാണോ അനി പറഞ്ഞ മറ്റേ ആ പയ്യൻ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ, ഇവനുമായിട്ടുള്ള ഫോട്ടോസൊക്കെ അനി എന്നെ കാണിച്ചിരുന്നു എന്ന് പറയാം. അപ്പം നയന പറയാം, ഇത്രയൊക്കെ ആയിട്ടും ഇത്രയധികം പ്രശ്നം ഉണ്ടായിട്ടും അവൾ ഇവനോടൊപ്പം കറങ്ങി നടക്കുക. പിന്നെ അനി പറയുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വെറുതെ അല്ല അനിയോട് ഇവക്ക് ഇത്ര ദേഷ്യം. ഒരിക്കലും അനിയെ നേർവഴിക്ക് നയിക്കാൻ ഇവിടെ നോക്കിയിട്ടൊന്നുമില്ല. വെറുതെ കുറേ വഴക്ക് കൂടുക എന്നല്ലാതെ. പാവം അനിയെ കഴിഞ്ഞ ദിവസം ആ ബെൽറ്റ് വെച്ച് എത്രമാത്രം അവളെ അടിച്ചു. ഇത് ഒത്തുപോകാൻ തോന്നുന്നില്ല ആദർശേട്ടാന്ന് പറയാം. അപ്പം ആദർശം പറയാം, ശരിയാ, അവളുടെ നടപ്പ് കണ്ടില്ലേ, ഇത് ചോദ്യം ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം. ഇപ്പം നമ്മൾ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ അവൾ ഉരുണ്ട് കളിക്കും, അനിയെ ഉപദ്രവിക്കുക അവൾ. ഇനിയിപ്പം അനിയുടെ ജീവന് കൂടി വല്ല ആപത്തും ആകുമെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ ആദർശനെ നയനയും കാണുകയാണ് അനാമിക. ഉടനെ അനാമിക ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കൂടെ കാമുകനല്ലേ ഉള്ളത്. അപ്പോഴേക്കും മൈൻഡ് ചെയ്യാത്ത രീതിയിലൊരു പുച്ഛഭാവത്തിൽ അനാമിക ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അനാമിക ഇതാരാ കൂടെ ഉള്ളതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്. എന്താ, ഞങ്ങൾക്ക് കൂടെ വരാമല്ലേ, ഇനി ഇതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാനാണോ? ഇനി ഈ വിവരം ചെന്ന് അനിയോട് ചെന്ന് പറഞ്ഞിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കോലാഹലം ഉണ്ടാക്കാനായിരിക്കും രണ്ടും കൂടി അല്ലേ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, അതൊന്നും അല്ല അനാമികെ, നീ ഇങ്ങനെ ഓണമൊക്കെ ആയിട്ട് അനിയും ഒത്ത് ഷോപ്പിങ്ങിനൊക്കെ പോകേണ്ടതിന് പകരം മറ്റൊരാളുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞ അനി അറിഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്താവുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം അനാമിക പറയാം, ഓ, അവൻ്റെ അവസ്ഥ എന്താവുമെന്ന് ഞാൻ ചിന്തിക്കണം അല്ലേ? എന്തവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് ഞാൻ പറയേണ്ടത്? ഇന്നലെ നിങ്ങളൊരു വീഡിയോ കണ്ടില്ലേ, നന്ദു അവനും കൂടെ ഉള്ളത്? അതുപോലൊന്നും ഏതായാലും ഞാൻ ഇറങ്ങിയില്ലല്ലോ. അവൻ 24 മണിക്കൂറും നന്ദുവിൻ്റെ പുറകെ നടക്കാമെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ നടന്നൂടെ? ഓണമായിട്ട് അവനും കൂടി തോന്നണ്ടേ എൻ്റെ ഒപ്പം ഷോപ്പിങ്ങിന് പോകണമെന്നും അങ്ങനെ പലതും. അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്തിനാ ഇതൊക്കെ ഉപേക്ഷിക്കുന്നത്? എനിക്കും ആയിക്കൂടെ എന്നൊക്കെ എതിർത്ത് പറയുക. അപ്പം ആദർശ് പറയുന്നുണ്ട്, ഇതൊന്നും നമ്മുടെ കുടുംബത്തിൽ അനന്തപുരിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല. അനന്തപുരിയിൽ വന്നിരിക്കുന്ന പെൺകുട്ടികൾ ആരും ഇങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല എന്ന് പറയുമ്പോൾ പറയാം, അനന്തപുരിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ വിളമ്പണ്ട. നിങ്ങളുടെ സ്വഭാവ മഹിമയും അതുപോലെ നിങ്ങളുടെ അനിയുടെ സ്വഭാവ മഹിമയൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങളിവിടെ നിന്ന് നാറും. വലിയൊരു ആദർശവാൻ, ഏറ്റവും നല്ല വ്യക്തിയാണ്, ആദർശേട്ടനെ കണ്ട് പഠിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു. എന്നിട്ട് അവിഹിതത്തിൽ ഒരു കുഞ്ഞുണ്ടായി, അതിനെ കൊണ്ടുവന്ന് അനന്തപുരിയിൽ താമസിപ്പിച്ചിരിക്കുക. ഭാര്യയെ ചതിച്ച് ജീവിക്കുന്നവനല്ലേ നിങ്ങൾ? പിന്നെ നാണമില്ലാതെ സ്വത്തും പണവും ഓർത്ത് ഇവൾ വാലെ തൂങ്ങി ഇങ്ങനെ നടക്കുന്നതെന്നല്ലേ ഉള്ളൂ. എന്നെ അതിനൊന്നും കിട്ടുകയല്ല. അനി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ എതിർക്കുക തന്നെ ചെയ്യും. അവൻ്റെ വാലെ തൂങ്ങി കാലെ പിടിച്ച് നടക്കാനൊന്നും ഇവളെപ്പോലെ എന്നെ കിട്ടുകയല്ല എന്ന് പറയുമ്പം ആദർശന് ദേഷ്യം വരിക. ആദർശ് പറയുന്നുണ്ട്, നീ മോശമായിട്ട് എന്നെ പറഞ്ഞു, പക്ഷേ അവൻ അങ്ങനൊന്നും പോകുന്ന ഒരുത്തനല്ല. നന്ദുവുമായിട്ട് അവന് നന്നായിട്ട് അടുപ്പവും ഇഷ്ടമുണ്ട്. പക്ഷെ നിന്നെ ഓർത്ത് നിന്നെ വിവാഹം കഴിച്ചാ. പക്ഷെ നീയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഒട്ടും വയ്യാതെ വന്നപ്പോഴാണ് അവൻ വീണ്ടും നന്ദുവിലേക്ക് ചാഞ്ഞത് എന്ന് പറയും. ഓ, ചാഞ്ഞല്ലോ, അത് മതി. ഇതിപ്പം നിങ്ങളിനിയിപ്പം അവിടെ ചെന്ന് വിളമ്പാനൊന്നും പോകണ്ട. ഞാൻ കുറച്ച് ഷോപ്പിങ്ങിന് വന്നാൽ അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരും. നീ എന്ത് വേണേലും ആയിക്കോ എന്ന് പറയാം. എന്നിട്ട് ആദർശ നയനെ അങ്ങ് പോവുക. പോകുന്ന വഴിക്ക് വണ്ടിയിലിരിക്കുമ്പോൾ അവർക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ അനാമികയെ കണ്ടത് ഓർക്കുമ്പോൾ. അപ്പോൾ ആദർശ തന്നെ നയനയോട് പറയുക, നയനെ, ഇനി നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല. അനിയും അനാമികയും കൂടെ ഒരുമിച്ച് പോകാനൊന്നും പോകുന്നില്ല. എത്രയൊക്കെ ആണെങ്കിലും ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ, ഇനിയിപ്പം അതൊന്നും നോക്കണ്ട. അനി പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട്. അനാമികയ്ക്ക് അവനോട് യാതൊരു താല്പര്യമില്ല. ഇതിപ്പോൾ വെറുതെ ഒരു പേരിന് അവൾ മറ്റൊരുത്തൻ്റെ കൂടെയല്ലേ 24 മണിക്കൂറും. അപ്പം നയനയും പറയാം, ശരിയാ ആദർശേട്ടാ, അനിയുടെ കാര്യം ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. പക്ഷേ ഇപ്പം ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുന്നത് തന്നെ അവനും നല്ലത്. വെറുതെ അനാമികയുടെ ഉപദ്രവവും മാനസിക വിഷമങ്ങളും ഒക്കെ ഏറ്റ് അവനിങ്ങനെ കഴിയുന്നതിലും നല്ലത് അത് ഡൈവോഴ്സ് ആവുന്നതാ. അപ്പോൾ ആദർശം പറയാണ്, അതിനുള്ള കാര്യങ്ങളൊക്കെ നീക്കാം, അനാമികയോട് ഡിവോഴ്സ് തരണമെന്ന് പറയിപ്പിക്കാം. പക്ഷെ അവൾ അത് ചെയ്യുമെന്ന് തോന്നുന്നില്ലെന്ന് പറയാം. അപ്പം നയനയും പറയാം, ശരിയാ,
അവൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സ് തരികയല്ല, കാരണം അനന്തപുരിയിലെ സ്വത്തുക്കളൊക്കെ അവൾക്ക് വേണം. അത് മാത്രമല്ല, അവളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് അവൾ ഡിവോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നന്ദു അനിയും ഒന്നാകുമെന്നുള്ള ചിന്തയാണ്. നന്ദുവും അനിയും ഒന്നാകുന്നത് അവൾക്ക് കാണാൻ വയ്യ, അത്രയ്ക്ക് ശത്രുതയുണ്ട് അവൾക്ക് നന്ദുവിനോട് എന്ന് പറയുക. അപ്പം ആദർശ് പറയുന്നുണ്ട്, ശരിയാ, അതാണ് അനാമിക ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴേ അവൾ ഇവിടുന്ന് പോയേനെ. ഇപ്പം അനിയുടെ ജീവിതം അവളുടെ കൈകളിലല്ലേ, എന്തായാലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാമെന്നൊക്കെ പറയാം. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴും ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന അനിയെ കാണുവാണ്. അപ്പോൾ അനി എന്നെ പറയുന്നുണ്ട്, ആദർശേട്ടാ നിങ്ങൾ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഓണമൊക്കെ അല്ലേ, കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയി, എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുക്കണ്ടേ, ചന്തുമോളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് പോയതാണ് ഞങ്ങളെന്ന് പറയാം. ഓ അങ്ങനെയാണല്ലോ, ഓണം വന്നാലും വിഷു വന്നാലും ഒന്നും എനിക്കൊരു സന്തോഷവും തോന്നുന്നില്ല ആദർശേട്ടാന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെന്താ അനി നീ ഇങ്ങനെ, നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഇപ്പോൾ എപ്പോഴും നീ ഇങ്ങനെ വിഷമിച്ച് ഇരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട്, അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം, എനിക്കൊന്നും ചെയ്യാനില്ല, എൻ്റെ ജീവിതം തകർന്നു, എനിക്കിതിൽ നിന്നൊരു മോചനം വേണം, അല്ലാതെ എനിക്ക് ഒരു ഓണവും ഇല്ല വിഷുവും ഇല്ല ഒന്നുമില്ല എന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതനി നീ അനാമികയുമായിട്ട് സംസാരിക്കണം, ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ ഇനി ഇത് കൊണ്ടുപോകണ്ട, കുടുംബ മഹിമയും പാരമ്പര്യം ഒന്നും നോക്കണ്ട, ഡിവോഴ്സിലേക്ക് തന്നെ പോകാം, അതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറയാം. അപ്പോൾ അനി പറയാം, ഇപ്പോഴെങ്കിലും ആദർശേട്ടന് മനസ്സിലായല്ലോ എന്നെ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെന്ന് ആദർശേട്ടന് മനസ്സിലായല്ലോ, അത് മതി എന്ന് പറയാണ്. അപ്പം നയനയും പറയുന്നുണ്ട്, മനസ്സിലായ അനി, ഇന്നെ കുറ്റപ്പെടുത്താൻ ഇനി ഒരു നിമിഷം പോലും ഞങ്ങൾ നിൽക്കില്ല, നിൻ്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല ഈ പ്രശ്നങ്ങൾ, അത് അനാമികയുടെ മാത്രം പ്രശ്നമാണ്, അതുകൊണ്ട് അനാമികയുമായിട്ട് ചേർന്ന് പോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ രണ്ടായിട്ട് മാറുക, അതായിരിക്കും നിനക്ക് മനസ്സമാധാനത്തിന് നല്ലത്, വെറുതെ ഇങ്ങനെ പോരടിച്ച് കഴിയുന്നതിൽ നല്ലത് അത് തന്നെയാണ് അനി എന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട്, ഞാൻ അവളോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാ, പക്ഷേ അവൾ ഡിവോഴ്സിന് തയ്യാറല്ല, കാരണം ഞാനും തന്തുവും തമ്മിൽ ഒന്നിച്ച് ജീവിച്ചാലോ എന്നുള്ള പേടി അവൾക്ക്, അസൂയ അവൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ വൈകുന്നേരം ആകുമ്പം അനാമിക റൂമിലെത്തുക. അനാമിക റൂമിലെത്തുമ്പോഴേക്കും അനാമികയോട് അനി ചോദിക്കുന്നുണ്ട്, അനാമികയെ നമ്മൾ ഒരുമിച്ച് പോകാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുക, ആദർശേട്ടനും നയനടത്തിയും ഒക്കെ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡിവോഴ്സ് ആകാം, നിനക്ക് കോമ്പൻസേഷൻ എന്ത് വേണമെങ്കിലും തരാം, അനന്തപുരിയിലെ സ്വത്തുക്കൾ മാത്രമല്ല നിൻ്റെ കണ്ണിലുള്ളത്, അത് ഞാനങ്ങ് എഴുതി തന്നേക്കാം, എനിക്ക് സ്വത്തും വേണ്ട പണവും വേണ്ട, പക്ഷേ ഇങ്ങനെ ഒരു മുറിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ, എനിക്ക് മനസ്സമാധാനം വേണം. അപ്പോൾ അനാമിക പറയും, ഓഹോ അപ്പോൾ സ്വത്തുക്കൾ വരെ തരാമെന്നുള്ള അവസ്ഥയിലേക്ക് നീ എത്തി, പിന്നെ നിനക്ക് നന്ദുവിനെ വിളിച്ചിങ്ങോട്ട് കയറ്റണം, അതിനിപ്പം ഞാനൊരു പേപ്പറിൽ ഒപ്പിട്ട് തരണം, അതല്ലേ വേണ്ടത്. അപ്പം അനി പറയുക, നന്ദുവുമായിട്ടുള്ള വിവാഹം നടക്കുമെന്നൊന്നും എനിക്കറിയില്ല, കാരണം നന്ദുവിനും അവളുടെ വീട്ടുകാർക്കും ഒന്നും അതിനോട് വലിയ താല്പര്യമില്ല, ഞാൻ നിർബന്ധിക്കുകയില്ല, പിന്നെ നീ എന്നെ വിവാഹം ഡിവോഴ്സ് തന്നു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ കടിപിടിയായിട്ട് എന്തിനാ കഴിയുന്നതെന്ന് ചോദിക്കുമ്പം അനാമിക പറയാം, ഇല്ല ഞാൻ തരില്ല നിനക്ക് ഡിവോഴ്സ്, നിന്നെ ഞാൻ കുറച്ചുകൂടി കുരങ്ങ് കളിപ്പിക്കും, കാരണം എന്താണെന്ന് വെച്ചാലേ നീ നന്ദുവുമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട്, നീ ഡിവോഴ്സ് തന്നില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്യും, അന്ന് ഞാൻ ആൽത്തറയിൽ പോയി കിടന്നപ്പം അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിച്ചതാണ്, പിന്നെയും മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ ആലോചിച്ചപ്പം അങ്ങനൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചു, ഇനിയും ഇപ്പം നീ ഇങ്ങനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നീ എനിക്ക് ഡിവോഴ്സ് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറയാണ്. അപ്പോൾ അനാമികയ്ക്ക് ഒരു ചെറിയ പേടിയൊക്കെ ആവുകയാണ്. അനാമിക പറയുന്നുണ്ട്, അല്ല നീ ആത്മഹത്യയൊന്നും ചെയ്യാൻ പോകണ്ട, ഞാൻ ഡിവോഴ്സ് തന്നില്ലെന്ന് വെച്ച്, പക്ഷേ ഞാൻ നീ നന്ദുമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറയുമ്പോൾ അനി പറയാം, ഇല്ല ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു ജീവിതമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അതോർത്ത് നീ പേടിക്കേണ്ട, നീ ഒന്ന് ഒഴിഞ്ഞു തരാമോയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ശരി ഞാൻ ഉടനെ തന്നെ നിനക്ക് ഡിവോഴ്സ് പേപ്പറിലൊക്കെ ഒപ്പിട്ട് തരാമെന്ന് പറയണം. അതേസമയം അവിടെ നന്ദാവനത്തിലാണെങ്കിൽ നന്ദു ഇങ്ങനെ അനിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ കനക നിർബന്ധപൂർവ്വം പറയാണ്, നന്ദു നിനക്കൊരു വിവാഹം വേണം, നീ മറ്റൊരു വിവാഹത്തിലേക്ക് കടന്ന അനി നിന്നെ മറക്കും, അനാമികയുമായിട്ട് അവിടെ ഒന്നിച്ച് ജീവിച്ചു പോകും, ആ കുടുംബത്തിനൊരു മോശം വരാനായിട്ട് നമ്മൾ സമ്മതിക്കാൻ പാടില്ല, നിൻ്റെ ചേച്ചിമാർ രണ്ടുപേരും അവിടെയല്ലേ ജീവിക്കുന്നത്, അവർക്കൊരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് നന്ദു എന്ന് പറയാം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ. അപ്പോൾ പറയുന്നുണ്ട് കനക, അത് നിനക്ക് ഞാൻ മറ്റൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം, നല്ല ആലോചനയാണ്, നല്ലൊരു ബിസിനസ്സുകാരാണ് അവർ, നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ്, അതുമാത്രമല്ല നിൻ്റെ ചേച്ചിമാർ രണ്ടുപേരും അനന്തപുരിയിലെ മരുമക്കളാണെന്ന് പറഞ്ഞപ്പം അവർക്ക് ഈ വിവാഹത്തിനോട് വളരെയധികം താല്പര്യമുണ്ട്, നമുക്കിത് നടത്താം മോളെ എന്ന് പറയുമ്പോൾ നന്ദു പറയുക, ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, എല്ലാവരുടെയും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഞാൻ എന്ത് വേണേലും സഹിക്കാമെന്ന് അങ്ങ് സമ്മതിക്കുകയാണ്. അങ്ങനെ
ആ ചെറുക്കനും കൂട്ടരും ഒക്കെ വന്ന് കാണുകയാണ് നന്ദുവിനെ കാണുമ്പോൾ ആ പയ്യന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. നന്ദുവിൻ്റെ സ്മാർട്ട്നെസ്സും ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക. അങ്ങനെ ആ വിവാഹം ഉറപ്പിക്കുകയാണ് കേട്ടോ. ഒരു കോടീശ്വര പുത്രൻ തന്നെയാണേ. അങ്ങനെ അനന്തപുരിയോളം ഏകദേശം ഒപ്പം തന്നെ ബിസിനസ്സിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അങ്ങനെ ആ വിവാഹം ആദർശും നയനയും എല്ലാവരും കൂടെ ഒപ്പിക്കുക. എല്ലാവർക്കും സന്തോഷമാവുകയാണ് ഉറപ്പിച്ച് കഴിയുമ്പോൾ. അങ്ങനെ നന്ദുവിന് മാത്രം പക്ഷേ എപ്പോഴും അങ്ങ് വിഷമാണ്. അനിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് മാത്രം ഇങ്ങനെ ഇരിക്കുക. അനിക്കാണെങ്കിലും നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിച്ചെന്നറിയുമ്പോൾ ഭയങ്കര വിഷമവും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിലും അനി അത് മനസ്സിൽ വെച്ച് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിവാഹ നിശ്ചയമൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കുക. ആദർശും നയനയും അനന്തപുരിയിൽ നിന്ന് ദേവയാനിയും എല്ലാവരും പോയി വിവാഹ നിശ്ചയം ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ അതുകൂടി കഴിയുമ്പോൾ അനി ആകെപ്പാടെ ഭ്രാന്തമായ അവസ്ഥയിലാണ്. നന്ദു കൈവിട്ട് പോയല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ അനി ഇങ്ങനെ ഇരിക്കുമ്പോൾ അനാമിക വന്നിട്ട് കുത്തുക. എന്താണ് വിഷമിച്ചിരിക്കുന്നത്? നിനക്ക് ഇപ്പോഴും വിഷമാണല്ലേ? അവളെ വേറൊരുത്തൻ കെട്ടാൻ പോവാ, നീ അറിഞ്ഞില്ലേ? അവളുടെ വിവാഹ നിശ്ചയം ഇന്ന് കഴിഞ്ഞു. നീ പോകാൻ എന്തേ? നിനക്ക് അതിന് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? ഈ ഒരവസ്ഥ കാണാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഇനി എനിക്കിപ്പോൾ ഒന്നുമില്ല. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ വിഷമിക്കുന്നൊന്നുമില്ല. പക്ഷെ നിൻ്റെ കൈവിട്ട് അവൾ പോകണം. അതേതായാലും നടന്നല്ലോ എന്ന് പറയാം. അപ്പം അനി പറയാം, എൻ്റെ അനാമിക എനിക്കൊരു സമാധാനം എന്നാ, നീ ഡൈവോഴ്സ് പേപ്പറിലെങ്കിലും ഒന്ന് ഒപ്പിട്ടതാ, എനിക്കൊരു സമാധാനം കിട്ടട്ടെ എന്ന് പറയണം. അപ്പം അനാമിക പറയാം, ശരി, സ്വത്തുക്കളുടെ വീതമൊക്കെ വീതിച്ച് തരാമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പേപ്പറിൽ ഒപ്പിട്ട് തരാം. കാരണം ഇനിയിപ്പം നിനക്ക് അവളെ കിട്ടാനൊന്നും പോകുന്നില്ല. അവൾ മറ്റൊരുത്തനുമായിട്ട് വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ പേപ്പറിൽ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പക്ഷെ അത് ശരിക്കും കള്ള തരത്തിൽ ഉള്ള പേപ്പറിൽ കള്ള ഒപ്പിട്ട് കൊടുക്കണം. അനാമിക ഒപ്പിട്ടിട്ടില്ലെന്നുള്ള രീതിയിലാകുകയാണ്. അങ്ങനെ സ്വത്തിൻ്റെ വീതമൊക്കെ വാങ്ങിച്ചിട്ട് അനാമിക വീട്ടിലേക്കൊക്കെ പോവുക. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ നന്ദുവിൻ്റെ കല്യാണം എടുക്കുകയാണ്. അനിയാണ് ആകെപ്പാടെ ഒറ്റപ്പെട്ട് കരഞ്ഞു കൂവി വിഷമിച്ച് ഒക്കെ ഇരിക്കുക. നയനയും ആദർശവും ഒക്കെ അനിയെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട്. അനി നീ ഇങ്ങനൊന്നും ആവരുത്, സന്തോഷമായിട്ടിരിക്കുക, നന്ദുവിനൊരു ജീവിതം ഉണ്ടായി, നിനക്കും മറ്റൊരു ജീവിതം ഉണ്ടാവും എന്നൊക്കെ പറയാണ്. അല്ലെങ്കിൽ അനാമികയുമായിട്ട് ഒത്തുപോകാവുന്ന നീ നോക്കെന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ അവളുമായിട്ട് പിരിഞ്ഞു എന്നുള്ള ലെവലിൽ തന്നെ ഇങ്ങനെ പോവാണ്. അനാമിക അതേസമയം അനിക്ക് പാര വെച്ചുകൊണ്ടേയിരിക്കുക. നന്ദുവിൻ്റെ ജീവിതം ഇങ്ങനെ വലിയൊരു കോടീശ്വരനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പം അനാമികയ്ക്ക് അങ്ങ് ഭയങ്കര കുശുമ്പാവും. എങ്ങനെയെങ്കിലും ഈ വിവാഹം നടക്കാതിരിക്കണം എന്നുള്ള ചിന്തയിൽ ഉടനെ തന്നെ നമ്മുടെ ജലജയാണ് കേട്ടോ അനാമിക വിളിക്കുന്നത്. എന്നിട്ട് ജലജയെ വിളിച്ചിട്ട് ജലജയോട് പറയുന്നുണ്ട്, അതെ അപ്പച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ എന്ന് ചോദിക്കുമ്പോൾ പറയാം, അതെ ആ ഗോവിന്ദൻ്റെയും കനകയുടെയും ഇളയ മകള് നന്ദുവിൻ്റെ കല്യാണക്കാരി അറിഞ്ഞില്ലേ അപ്പച്ചി? കോടീശ്വരന്മാരാ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇവളുമാരുടെയൊക്കെ ഭാഗ്യം നോക്കണേ. 2 മക്കളെ അനന്തപുരിയിലേക്ക് വിട്ടു, ഇനി 3ാമത്തവളെ അതിലും വലിയ കോടീശ്വരന്മാരുടെ അടുത്തേക്കാണ് വിടുന്നത്. ഈ വിവാഹം നമുക്ക് എങ്ങനെയെങ്കിലും മുടക്കണമല്ലോ അപ്പച്ചി. അങ്ങനെ അവളുമാരെ സൂഹിക്കുന്നതും സന്തോഷിക്കുന്നതും കണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജലജയം പറയാം, ശരിയാ, എനിക്കും അതങ്ങ് സഹിക്കുന്നൊന്നുമില്ല. എന്താ ഗോവിന്ദൻ്റെയും കനകയുടെയും ഗമ, അവർക്കും ഇങ്ങനെ ഒരു അനുഭവം വന്നല്ലോ. അവരുടെ മക്കൾ 3 കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് ഈ കല്യാണം എന്തായാലും മുടക്കണം. ദേ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ നവ്യ എന്ന് പറഞ്ഞത്, അവളുടെ അഹങ്കാരവും കൂടി കാണണം. പോരാത്തതിന് ആ നയനയുടെയും. അതുകൊണ്ട് നന്ദുവിൻ്റെ കല്യാണം നമുക്ക് മുടക്കണം എന്ന് പറയാം. അപ്പോൾ അനാമികയും പറയാം, അപ്പച്ചി വിചാരിച്ചാൽ അത് നടക്കും. എങ്ങനെയെങ്കിലും ഈ കല്യാണം നമുക്ക് മുടക്കണം. അവൾ അങ്ങനെ സന്തോഷമായിട്ട് സുഖമായിട്ടൊന്നും ജീവിക്കരുത്, കഷ്ടപ്പെടട്ടെ എന്നൊക്കെ പറയാം. അങ്ങനെ നമ്മുടെ ജലജയാണെങ്കിൽ ആലോചിക്കുകയാണ്. ഉടനെ ജലജയ്ക്ക് പരിചയമുള്ള ആൾ തന്നെയാണ് കേട്ടോ നമ്മുടെ നന്ദുവിനെ കെട്ടുന്ന പയ്യൻ്റെ അമ്മ. അങ്ങനെ അവരെ വിളിക്കുക. അവരെ വിളിച്ചിട്ട് പറയാം, എനിക്കൊന്ന് കാണണം, ഒന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവിടെ ഒരു സ്ഥലത്തോട്ട് അവർ വരുമ്പം ജലജ ചോദിക്കുന്നുണ്ട്, എന്താ വിളിച്ചിരിക്കുമ്പോൾ പറയാണ്, മോൻ്റെ വിവാഹമല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതെ മോൻ്റെ വിവാഹമാണ് എന്ന് പറയുക. അപ്പോൾ പറയുന്നുണ്ട്, മോൻ്റെ വിവാഹം നടത്താൻ പോകുന്നത് ആ കനകയുടെയും ഗോവിന്ദൻ്റെയും മകളുമായിട്ടാണോ? ആ SI നന്ദുവായിട്ട്? അതെ, നല്ല പെൺകുട്ടിയാണ്, നല്ല സ്മാർട്ട് ആള്, അതുകൊണ്ടാണ് അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഈ വിവാഹം അങ്ങ് നടത്തിയേക്കാന്ന് വിചാരിച്ചെന്ന് പറയൂ. അപ്പം ജലജ പറയുന്നുണ്ട്, ഇത്രയും ദരിദ്രവാസികളുമായിട്ട് വിവാഹം നടത്തേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവരത്ര ദരിദ്രവാസികളൊന്നും അല്ല, പിന്നെ ഇത്തിരി പണമൊക്കെ കുറവുണ്ടെങ്കിലും അവരുടെ മൂത്ത 2 മക്കളെയും അനന്തപുരിയിലേക്കാണ് വിവാഹം കഴിച്ച് വിട്ടിരിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലേക്ക്. അതുകൊണ്ട് അവരത്ര ദരിദ്രവാസികളാണെന്നൊന്നും തോന്നുന്നില്ല, ഇത്രയും നല്ലൊരു ബന്ധമല്ലേ അത് എന്നൊക്കെ പറയുമ്പം ജലജ പറയാം, അതെ ഒന്നും പറയണ്ട, 2 എണ്ണത്തിനെ ഞങ്ങളുടെ കുടുംബത്തിലേക്കാണ് വിട്ടിരിക്കുന്നത്. അവിടുത്തെ കഥകളൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ആ കുടുംബം കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുക 2 പേരും, അസത്തുക്കളാണ് 2ഉം. പിന്നെ ഇവളുണ്ടല്ലോ, അവളുമാരെക്കാളും മെച്ചവാ. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ അനിയുമായിട്ട് അവൾക്ക് പ്രണയ. അനിയാണെ വിവാഹിതന്. അവൻ്റെ പുറകെ നടന്ന് അവൻ്റെ വിവാഹബന്ധം വരെ വേർപെടുത്താൻ ഇവള് കാരണമായി. ഇപ്പോഴും അവൻ്റെ പുറകെ തന്നെയാണ് ഈ നന്ദു എന്ന് പറഞ്ഞവൾ നടക്കുന്നത്. ഈ വിവാഹത്തിനൊന്നും അവൾക്ക് താല്പര്യമില്ല. പിന്നെ
അനിയുമായിട്ടുള്ള പ്രശ്നം കാരണമാണ് ഇവളെ പെട്ടെന്ന് കല്യാണം കഴിച്ച് വിടുന്നത്. നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങളുടെ മകനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാൻ? അവൾ അവിടെ വന്നാലും അനിയെ തേടി പോവില്ല എന്ന് എന്താ ഉറപ്പ്? അത്രയ്ക്ക് ഇഷ്ടമാ അനാമിക അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ കാരണം ഈ നന്ദുവാ. അങ്ങനെ ഒരുത്തിയെ തന്നെ വേണോ നിങ്ങളുടെ മോന് വിവാഹം കഴിക്കാൻ? വേറെ പെണ്ണുങ്ങളെയൊന്നും കിട്ടുകയല്ലേ എന്ന് ജലജ ചോദിക്കുക. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്നത് സത്യമാണോ? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ പറ്റി എന്നൊക്കെ. അപ്പോൾ പറയാം ജലജ, എനിക്കങ്ങനെ വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ മരുമോൾ അവളുടെ ചേച്ചിയാണ്. അതുപോലെ തന്നെ അനി എൻ്റെ ചേട്ടൻ്റെ മോനാണ്. അങ്ങനെയുള്ളപ്പോൾ എനിക്കത് പറയേണ്ട കാര്യമില്ലല്ലോ. അനിയുടെ ജീവിതം തകർത്ത ഈ നന്ദു തന്നെയാണ്. നിങ്ങളുടെ മകനെ വിവാഹം കഴിച്ചാൽ അവനെ പറ്റിച്ചിട്ടും ഇവള് പോവും വേറുള്ളവരുടെ കൂടെ. അതുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി എന്നൊക്കെ പറയാം. അപ്പോൾ അവർക്ക് ആ ടെൻഷൻ ആവുകയാണ്. അവരതിന് ശേഷം അനാമികയെ വിളിച്ചിട്ടൊക്കെ ചോദിക്കുക, ഇതെങ്ങനെയാണ് കാര്യങ്ങൾ, അനാമികയും അനിയും തമ്മിലുള്ള പ്രശ്നവും നന്ദുവും തമ്മിലുള്ള പ്രശ്നത്തെ പറ്റിയൊക്കെ ചോദിക്കുമ്പം അനാമിക പറഞ്ഞു കൊടുക്കുകയാണ്, നന്ദുവിനെ വിവാഹം കഴിക്കാനാണോ നിങ്ങൾ ഇരിക്കുന്നത്? നിങ്ങളുടെ മോൻ്റെ ജീവിതം പോയി. അവൾ ഇപ്പോഴും അനിയുടെ പുറകെ തന്നെയാണ്. അവർ രണ്ടും ഒന്നാണ്. എൻ്റെ ജീവിതവും നശിപ്പിച്ചു, ഇനി നിങ്ങളുടെ മോൻ്റെ ജീവിതം കൂടി നശിപ്പിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് അനാമിക. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും ആകെപ്പാടെ അവർക്ക് വിഷമമായിട്ട് അവർ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് ഈ വിഷയം അവതരിപ്പിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വിവാഹം നടക്കുകയല്ല, ആ പെൺകുട്ടിയുടെ സ്വഭാവം അത്ര നല്ലതല്ല, അവൾക്ക് മറ്റൊരുത്തനുമായിട്ട് പ്രണയമാണ് എന്നൊക്കെ പറയുക. അങ്ങനെ വിവാഹ ദിവസം ആവുകയാണ്. അവർ മറ്റേ വിവാഹം വേണ്ടാന്ന് തന്നെ വെക്കുകയാണ് കേട്ടോ. വിവാഹ ദിവസം എത്തുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് കല്യാണ മണ്ഡപത്തിൽ ഉണ്ട്. നന്ദു ആണെങ്കിൽ വിവാഹ വേഷത്തിലൊക്കെ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുകയാണ്. കനകയും ഗോവിന്ദനും നയനയും ആദർശും ദേവയാനിയും എല്ലാവരും ഉണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ അനാമികയും അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അനാമിക എത്തുന്നത് എന്താണെന്ന് വെച്ചാൽ നന്ദുവിൻ്റെ വിവാഹം മുടങ്ങുന്നത് കാണാനാണ് കേട്ടോ. അവരെല്ലാം ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വിവാഹം മുടങ്ങും എന്നുള്ള കാര്യം അനാമികയ്ക്കും ജലജയ്ക്കും നല്ല ഉറപ്പാണ്. അവരത് കാത്തിരിക്കുക, ഈ കല്യാണം ഒന്ന് മുടങ്ങിയാൽ മതി എന്ന് വിചാരിച്ചിട്ട്. അതേസമയം അനിയും എത്തുന്നുണ്ട് കേട്ടോ. അനി ആദ്യം വിവാഹത്തിനൊന്നും വരാൻ കൂട്ടാക്കാതെ നിൽക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, നീ എന്താ അനി വരാത്തത്? നിൻ്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ ഒരു ചിന്തയാണോ നന്ദുവിനെ കുറിച്ച്? അതുകൊണ്ട് നീ വരണം. നീ വരുമ്പോൾ അവൾക്ക് സന്തോഷമാവും, ഇല്ലെങ്കിൽ അത് അവളുടെ മനസ്സിലൊരു വിഷമാവും എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ അനിയും അവിടെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല വേഷത്തിലൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. അതേ സമയത്താണ് കേട്ടോ നമ്മുടെ ആദർശിനൊരു ഫോൺ കോൾ വരുന്നത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, പയ്യൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് പറയുക, ഈ വിവാഹം നടക്കില്ല, ഞങ്ങൾ വരില്ല എന്ന് പറയാണ്. മുഹൂർത്താറായി. അപ്പോൾ ആദർശ് ചോദിക്കുക, നിങ്ങളെന്താ പറയുന്നത്? പയ്യൻ വരാതെ എങ്ങനെ വിവാഹം നടക്കാനാണ്? നമ്മളെല്ലാം ഉറപ്പിച്ചതല്ലേ, മുഹൂർത്തത്തിന് കുറച്ച് സമയം കൂടിയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, മുഹൂർത്തത്തിന് കുറച്ച് സമയമൊക്കെ ഉള്ളായിരിക്കും, പക്ഷേ ഞങ്ങളുടെ പയ്യൻ ആ പെണ്ണിനെ വേണ്ട. ആ പെണ്ണിൻ്റെ സ്വഭാവം ശരിയല്ല. അവൾ അനിയെന്ന് പറയുന്ന ഒരുത്തൻ്റെ കൂടെയല്ലേ നടക്കുന്നത്. അതുകൊണ്ട് ഈ വിവാഹം നടക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആദർശന് ആ പാടെ ടെൻഷൻ ആവുകയാണ്. എല്ലാവരും കല്യാണ മണ്ഡപത്തിൽ റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാവുകയാണ്. അപ്പോൾ ആദർശ് വിചാരിക്കുക, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വിവാഹം മുടങ്ങിപ്പോയ ഗോവിന്ദൻ്റെയൊക്കെ അവസ്ഥ എന്താവും? ഗോവിന്ദന് ഹാർട്ടിനൊക്കെ അസുഖം ഉള്ളത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എങ്ങനെയാണ് എന്നൊക്കെ വിചാരിച്ച് ആദർശ് അങ്ങ് ടെൻഷൻ അടിക്കുമ്പോഴാണ് അനി അതിലെ വരുന്ന കാണുന്നത്. അപ്പോൾ അനിയോട് ആദർശ് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. എന്നിട്ട് അനിയോട് പറയാം, നീ വന്ന് നന്ദുവിൻ്റെ കഴുത്തിൽ ആ മുഹൂർത്ത സമയത്ത് തന്നെ താലി കെട്ടണം എന്ന് പറയാം. അപ്പോൾ അനി പറയും, എന്താ ആദർശേട്ടാ പറയുന്നത്? ആരോടും ഒന്നും ഒരു അനുവാദവും ചോദിക്കാതെ എങ്ങനെയാ എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയാം, ഇനിയിപ്പോൾ ആരോടും അനുവാദമൊന്നും ചോദിക്കാനില്ല, ആ മുഹൂർത്തത്തിന് തന്നെ കല്യാണം നടക്കണം. ഇത് മുടങ്ങിപ്പോകാൻ പറ്റില്ല. നിങ്ങൾ രണ്ടും ഒന്നാവണം എന്നുള്ളതായിരിക്കും ദൈവനിശ്ചയം. അതുകൊണ്ടല്ലേ മറ്റേ വിവാഹം മുടങ്ങിയത്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ വാ അനി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ എല്ലാവരും വിവാഹം മണ്ഡപത്തിൽ ഇരിക്കുമ്പോൾ അനിയോട് വന്ന് പറയാൻ, അനി കയറി നന്ദുവിൻ്റെ അടുത്തോട്ട് ഇരിക്കാൻ പറയുക ആദർശ്. അപ്പോൾ അനി കയറി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഉടനെ തന്നെ കനകയും ദേവയാനിയും ഒക്കെ വരികയാണ്. എന്താ ആദർശം നീ കാണിക്കുന്നത്? എന്ത് വൃത്തികേടാണ് നീ കാണിക്കുന്നത്? നന്ദുവിൻ്റെ ഒപ്പം അനിയാണ് കയറി ഇരിക്കേണ്ടത്. നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയല്ലേ, പയ്യൻ വരാറായി, ഇതെന്ത് മോശം ആദർശം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ബഹളം വയ്ക്കുക. ദേവയാനിയാണ് ആദർശനോട് പറയാം, എടാ അനി എഴുന്നേറ്റ് പോടാന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയാം, ഇല്ല അനി തന്നെ വിവാഹം കഴിക്കും നന്ദുവിനെ എന്ന് പറയുക. അപ്പോൾ ദേവയാനി ഒരു അടി കൊടുക്കും ആദർശൻ്റെ. നീ എന്താ ഈ പറയുന്നത്? അനി വിവാഹം കഴിക്കുന്നു, ഇതെല്ലാം നമ്മൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയതാ. വേറെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. ആ ചെറുക്കൻ്റെ വീട്ടുകാർ വരുന്നതിന് മുമ്പ് ഈ നാടകം അവസാനിപ്പിക്കുന്നുണ്ടോ ആദർശം എന്നൊക്കെ ചോദിച്ച് ദേവയാനി ബഹളം വയ്ക്കുക. നയനയും ആദർശനെ ചീത്ത പറയുക, എല്ലാവരും ആദർശനെ കുറ്റപ്പെടുത്തുക. അപ്പോൾ അനിയോട് പറയുന്നുണ്ട്, നീ മുഹൂർത്തത്തിന് തന്നെ വിവാഹം കഴിച്ചോണമെന്ന് പറയുക. അപ്പം എന്താ ഇതെന്ന് പറഞ്ഞ് എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ. നന്ദു ആണെങ്കിലും അത്ഭുതപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പം ആദർശിനെ ദേവയാനി അടിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ, അതെ വേറൊന്നും കൊണ്ടല്ല ആ വിവാഹം നടക്കുകയല്ല, ആരും അത് മുടക്കിയിരിക്കുക. നന്ദുവിൻ്റെ സ്വഭാവം മോശമാണെന്നും അനിയുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ആ പയ്യൻ വരില്ല. അതുകൊണ്ട് ആ മുഹൂർത്തത്തിന് അനിയെ ഞാൻ പിടിച്ചിരുത്തിയത്. അനി തന്നെ വിവാഹം കഴിക്കട്ടെ നന്ദുവിനെ, അതായിരിക്കും ദൈവനിശ്ചയം എന്ന് പറയാം.
അപ്പോൾ എല്ലാവർക്കും അങ്ങ് ഞെട്ടലായി. കനകയും ഗോവിന്ദനും ഒക്കെ മനസ്സുകൊണ്ട് എല്ലാവരും അങ്ങ് സമ്മതിച്ചു കേട്ടോ. അങ്ങനെ മുഹൂർത്തം ആകുമ്പോഴേക്കും അനി നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ദേവയാനിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട്. കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ സന്തോഷമാണ്. എന്നാൽ അനാമിക ആ പന്തലിലുണ്ട്, ജലജ ആ പന്തലിലുണ്ട്. അനാമികയ്ക്ക് ഇത് കണ്ടപ്പോൾ ഞെട്ടലാണ്. എങ്ങനെയാലും നന്ദുവിൻ്റെ കല്യാണം മുടങ്ങി അങ്ങ് വിഷമിച്ച് കരഞ്ഞിരിക്കുന്ന കാണാൻ വന്ന അനാമിക കാണുന്നത് അനിയും നന്ദു ഒന്നാകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അനാമികയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. അനാമിക ഇനി അടുത്ത കളികൾ തുടങ്ങുകയാണ്. അനിയെയും നന്ദുവിനെയും എങ്ങനെയും വേർപെടുത്താൻ വേണ്ടിയിട്ടുള്ള പണി തുടങ്ങുകയാണ് കേട്ടോ. ഒരേ കുരുട്ട് ബുദ്ധികൾ ഇങ്ങനെ പ്രയോഗിക്കുകയാണ്. ആ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്